ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനെ പ്രശാന്ത് ശിവൻ വീട്ടിൽ പോയി കണ്ടു. അതേസമയം RSS കാര്യാലയത്തിൽ സന്ദർശനം നടത്തിയ ശേഷം വിമതർ വീണ്ടും യോഗം ചേർന്നിരിക്കുകയാണ്. കൗൺസിലർമാരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിമതരുമായി VK ശ്രീകണ്ഠൻ ഇതിനകം സംസാരിച്ചിട്ടുമുണ്ട്. ആവശ്യമെങ്കിൽ KPCC സംഘം പാലക്കാട്ടെത്തും. ഇക്ബാൽ അറക്കലും റോഷിപാലും വിവരങ്ങളുമായി. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, 7 നിന്ന് 9 വിമതർ എന്ന വിവരങ്ങൾ കിട്ടുന്നതിനിടെയാണ് അവരെ അനുനയിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നത്. RSSന്റെ താല്പര്യമാണ് പ്രശാന്ത് ശിവൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് ശിവൻ നോമിനേഷൻ സമർപ്പിക്കാൻ എത്തുകയാണല്ലേ. ഈ കൂട്ടത്തിൽ വിമത കൗൺസിലർമാരുണ്ടോ? അതാണ് അതിലേക്ക് രാഷ്ട്രീയ കൗതുകം. സ്മൃതി, അതായത് ഇപ്പോൾ പ്രശാന്ത് ശിവൻ BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ജില്ലാ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വരണാധികാരിയെ കണ്ട് പ്രശാന്ത് ശിവൻ നോമിനേഷൻ നൽകിയിരുന്നു. ഇന്ന് പുതിയ ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ സ്ഥാനമേൽക്കുകയാണ്. നിരവധി യുവമോർച്ച പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് ഇവിടേക്ക് പ്രശാന്ത് ശിവൻ അല്പസമയം മുമ്പ് എത്തിയത്. ഇപ്പോൾ പ്രശാന്ത് ശിവൻ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രവർത്തകർ പ്രശാന്ത് ശിവനെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. എറിഞ്ഞുകൊണ്ട് പുതിയ അധ്യക്ഷനെ ഇപ്പോൾ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിട്ടുള്ള വേണുഗോപാൽ ഇപ്പോൾ ശിവനെ സ്വീകരിച്ച് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അല്പസമയത്തിനകം ഇന്നലെ അതൃപ്തി അറിയിച്ചുള്ള നേതാക്കൾ ഉൾപ്പെടെ എത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നിലവിൽ ആ അതൃപ്തി അറിയിച്ചുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ RSSന്റെ കാര്യാലയത്തിൽ വെച്ച് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. എന്തായാലും ഒരു സമവായം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. വിമതരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണോ അവരെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്? ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫറുകളുണ്ടോ? ഇപ്പോൾ അതാണല്ലോ ഇനി പ്രധാനപ്പെട്ട വിഷയം. എന്തെങ്കിലും ഓഫറുകളുടെ അടിസ്ഥാനത്തിലാണോ അവർ ഇപ്പോൾ വഴങ്ങാൻ തയ്യാറാകുന്നത്? ഈ RSS കാര്യാലയത്തിൽ RSSന്റെ പ്രതിനിധിയായി ആരാണ് വിമതരുമായി ചർച്ച നടത്തുന്നത്? പാലക്കാട് ഈസ്റ്റിന്റെ ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ നോമിനേഷൻ സമർപ്പിക്കാൻ എത്തുകയാണ്. 9 വിമതർ ആയിരുന്നു, ഇന്നലെ 7 ആയിരുന്നുവെങ്കിൽ ഇന്നേക്ക് 9 എണ്ണമായി ഉയർന്നുവെങ്കിലും ഇപ്പോൾ അവരൊക്കെ തന്നെയും RSSന്റെ ഒത്തുതീർപ്പ് ചർച്ചയിൽ വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അനുനയ നീക്കങ്ങളോട് വഴിപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഉറ്റുനോക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കൗൺസിലർമാർ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാം. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. റോഷിപാൽ, ഇപ്പോൾ കോൺഗ്രസ് ഈ നീക്കങ്ങൾ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ ഇതിനകം വിമതരുമായി ചർച്ച നടത്തിയെന്ന് അറിയുന്നു. എത്ര പേരുമായി ചർച്ച നടത്താനായി? ഈ നീക്കം യഥാർത്ഥത്തിൽ വിമതരുടെ നീക്കം RSS പൊളിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള സൂചനകൾ. കോൺഗ്രസിന് എപ്പോഴും പ്രതീക്ഷയുണ്ടോ? സ്മൃതി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായി ഇതിനെ കാണുന്നു. പക്ഷേ ഈ കൗൺസിലർമാർ വിമത ശബ്ദം ഉയർത്തിയ നേതാക്കളൊക്കെ അവർ ഒരു തീരുമാനമെടുക്കട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിമതരുമായി നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനി മുൻ DCC അധ്യക്ഷനും MP-യുമായ VK ശ്രീകണ്ഠനാണ്. VK ശ്രീകണ്ഠൻ തുടർച്ചയായി വിമത നേതാക്കൾ, വിമത കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തി. അവർ രാജിക്കത്ത് ഇന്ന് കൈമാറും എന്നാണ് അവസാനം അറിയിച്ചത്. പക്ഷേ RSSന്റെ നിരന്തരമുള്ള ഇടപെടൽ മറുഭാഗത്തുണ്ട്. അവർക്ക് RSS നേതൃത്വത്തെ ഭയമാണ് എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ.
കാരണം ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിട്ടുകഴിഞ്ഞാൽ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാത്ത, അതൊരു പാർട്ടി ഗ്രാമമാണ്, പല മേഖലകളും അവിടെ പിന്നീട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും വിമതർക്ക് എന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കാത്തിരിക്കുന്നു. അവർ രാജിക്കത്ത് കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിഷയത്തിൽ ഇടപെടും. അവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടാകും. അതിൻ്റെ ഭാഗമായി ആവശ്യമെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബും സെക്രട്ടറി ബാബുരാജും പാലക്കാട്ടേക്ക് എത്തിച്ചേരും. ഏതായാലും നിലവിൽ VK ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിമതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്.